നമസ്കാരം. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന ക്വിസ് പ്രസ് റിയാലിറ്റി ഷോയുടെ സീസൺ 3ലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രവും ഭാഷയും സംസ്കാരവും വാർത്തകളും അറിവായി നിറയുന്ന കാലമാണിത്. വിജ്ഞാനം എന്നതിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമമാണ് ക്വിസ് പ്രസ് 3ാം എഡിഷനിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന റിയാലിറ്റി ഷോയാണ് ക്വിസ് പ്രസ്. നേരറിവിന്റെ സാക്ഷ്യപത്രം എന്ന വിഷയത്തിലാണ് ഇത്തവണ ക്വിസ് പ്രസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി 2 സീസണുകളിലായി നടത്തിയ ക്വിസ് പ്രസിന്റെ വിജയഗാഥയ്ക്ക് ശേഷമാണ് കോളേജ് വിദ്യാർത്ഥികൾക്കായി കാക്കനാട് മീഡിയ അക്കാദമി ക്വിസ് പ്രസ് 3ാം എഡിഷൻ സംഘടിപ്പിക്കുന്നത്. മാർക്കുകൾക്ക് വേണ്ടിയുള്ള നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം. അതിനും ശരി ഉത്തരം പറഞ്ഞ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ 3ാമത്തെ ചോദ്യം ചോദിക്കും. അതിന് 80 മാർക്ക്. ഇന്ന് തുടക്കമാകുന്ന അറിവിന്റെ ഈ യുദ്ധവേദിയിൽ കേരളത്തിലെ 14 ജില്ലകളിലെ കോളേജ് വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജുകളിൽ നിന്നും എത്തിച്ചേർന്ന 85 ടീമുകളാണ് ഈ പോരാട്ടത്തിന്റെ ഭാഗമാകുന്നത്. പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകളും ആദ്യഘട്ടത്തിൽ ക്വിസ് മാസ്റ്ററുമായി നേരിട്ട് മത്സരത്തിൽ പങ്കെടുക്കും. അറിവിന്റെ അമരക്കാരൻ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് തന്നെയാണ് ഇത്തവണയും ക്വിസ് പ്രസ് നിയന്ത്രിക്കുന്നത്. രസകരവും വിജ്ഞാനപ്രദവുമായ അവതരണ ശൈലിയിലൂടെ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിനൊപ്പമുള്ള മുൻ സീസണുകളിലെ ഓരോ എപ്പിസോഡും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഒപ്പം രോമാഞ്ചം സൃഷ്ടിക്കുന്ന ഈ വനിത പ്രിലിമിനറി റൗണ്ടിൽ മികച്ച സ്കോറുകൾ നേടുന്ന 12 ടീമുകൾ 2 ഘട്ടമായി നടക്കുന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കും. അതിൽ ഏറ്റവും മുന്നിലെത്തുന്ന 6 ടീമുകളാണ് ഫൈനൽ റൗണ്ടിൽ മാറ്റുരയ്ക്കുക. ആകർഷകമായ സമ്മാനങ്ങളാണ് ഇത്തവണയും വിജയികളെ കാത്തിരിക്കുന്നത്. 1ാം സ്ഥാനം നേടുന്ന ടീമിന് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ട്രോഫിയും 1 ലക്ഷം രൂപയും ലഭിക്കും. 2ാം സ്ഥാനത്തിന് 60,000 രൂപയും 3ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 30,000 രൂപയും സമ്മാനം ലഭിക്കും. നമുക്കിനി അറിവിന്റെ അങ്കത്തട്ടിലേക്ക് പ്രവേശിക്കാം. ഇനി പരിചയപ്പെടുത്തലുകളില്ല, അലങ്കാര പ്രയോഗങ്ങളുമില്ല, അറിവിന്റെ ഉത്സവാഘോഷങ്ങൾ മാത്രം. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിനെ മത്സരാർത്ഥികൾ എങ്ങനെ നേരിടുന്നുവെന്ന് നോക്കാം. ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട വിജ്ഞാന മത്സരാർത്ഥികളെ. നിങ്ങളിൽ ചിലരൊക്കെ കഴിഞ്ഞ വർഷത്തെ മീഡിയ അക്കാദമിയുടെ ക്വിസ് പ്രസിൻ്റെ ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുത്തവരായിരിക്കാം. കഴിഞ്ഞ വർഷം പങ്കെടുത്ത മത്സരാർത്ഥികളും മറ്റ് ക്വിസ് മത്സരങ്ങളിൽ സ്വാഭാവികമായും എൻ്റെ തന്നെ ക്വിസ് ഷോകളിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളും ഒരുപാട് പേർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. സ്വാഭാവികമായും വലിയ ജനപങ്കാളിത്തമുള്ള അത്തരം മത്സരങ്ങൾ നടത്തുമ്പോൾ സദസ്സിനു കൂടി ഇണങ്ങിച്ചേരാൻ കഴിയുന്ന രീതിയിൽ ചോദ്യങ്ങൾ പരമാവധി ലളിതവൽക്കരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അതിൽ നിന്ന് ഒരല്പം വിപരീതമായി കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ട്രോഫിക്കും
1,00,000 രൂപ ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള നിലവിൽ കേരളത്തിലെ ഏറ്റവും ബൃഹത്തും മഹത്വമായ ഈ വൈജ്ഞാനിക മത്സരം അത് പൂർണ്ണമായും അർഹിക്കുന്ന ഇൻ്റലക്ച്വൽ ജീനിയസുകളുടെ അരികിലേക്ക് എത്തണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്കൊരൽപ്പം കഠിനമായി തോന്നിയാൽ എന്നോട് ക്ഷമിക്കണം എന്ന മുൻകൂർ ജാമ്യം. പക്ഷേ ഒന്നുറപ്പിക്കുന്നു, എപ്പോഴത്തേതും പോലെ ചോദ്യങ്ങൾ കഠിനമായാലും ഉത്തരങ്ങളൊക്കെ വളരെ ലളിതമായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. ആർ യു റെഡി? ആരംഭിക്കാം. 2024 കേരള മീഡിയ അക്കാദമിയുടെ ക്വിസ് പ്രസ് സീസൺ 3 ഇന്നിവിടെ ഈ വേദിയിൽ ഇങ്ങനെ ആരംഭിക്കുന്നു. പ്രിലിമിനറി നിങ്ങൾക്കറിയാം, ഒറ്റ വാക്കിലോ മറ്റോ ഉത്തരം എഴുതേണ്ട കാര്യങ്ങളേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ചോദ്യത്തിൻ്റെ അക്കം, ചോദ്യ നമ്പർ തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിയർ കംസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, പത്മാവതിനെ കുറിച്ച് നിങ്ങൾ തൽപരരുമാണ്. ചോദ്യം, 1540 ഏത് പ്രതിഭാശാലിയായ എഴുത്തുകാരൻ സൃഷ്ടിച്ച രചനയിൽ നിന്നാണ് പത്മാവത് എന്ന ചരിത്ര അധിഷ്ഠിതമായ ഭാവനാകൃതി രൂപീകരിക്കപ്പെട്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 2. ഇദ്ദേഹം ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ ആധുനിക പത്രപ്രവർത്തനത്തിൻ്റെ വർത്തമാനകാല രീതികൾ ഉരുവാകപ്പെടുന്നതിനൊക്കെ മുമ്പ് റെവല്യൂഷണറി ജേർണലിസം അതിൻ്റെ പ്രപിതാവായി അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ്, മോട്ടിവേറ്ററാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. സെപ്റ്റംബർ മസാക്കറുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും രചനകളും എഴുത്തുകളും കാരണമായി എന്ന ആക്ഷേപവും ഉണ്ടായി. വിപ്ലവാത്മക പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പത്രപ്രവർത്തകൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്തെ പത്രപ്രവർത്തകൻ, ഇദ്ദേഹം ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3. ലളിതമായ ചോദ്യമാണ്. മനോഹരമായ ഒരു ചിരി ചുണ്ടുകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഇവരുടെ പേര് രജനി പണ്ഡിറ്റ് എന്നാണ്. ഷീ വാസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം വാട്ട് ഇൻ ഇന്ത്യ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. വിരിക്കുന്ന ഇഷ്ടികകളുമുണ്ട് നിങ്ങൾ ഈ കണ്ട ചിത്രത്തിലെ നഗരത്തിൻ്റെ മതിലുകൾക്ക്. ഏത് പുരാതനമായ നഗരമാണിത്? ഇത് വർത്തമാനകാല ദൃശ്യമാണ്. ഒരു പുരാതനമായ നഗരത്തിൻ്റെ വർത്തമാനകാല ദൃശ്യമാണ്. നിങ്ങൾക്കുള്ള സൂചന അതുതന്നെയാണ്, പുരാതനം എന്നത്. നെക്സ്റ്റ് പ്ലീസ്. കണ്ട ഈ നദി ലോകത്തിൽ ആദ്യമായി കണ്ടെത്തപ്പെട്ട ജിയോ തെർമൽ ലേക്ക് അല്ലെങ്കിൽ ജിയോ തെർമൽ റിവർ ആണ്. ന്യൂസിലാൻഡിൽ കണ്ടെത്തപ്പെട്ട ഈ ജിയോ തെർമൽ റിവർ പ്രകൃതിയിൽ നിന്നും തെർമൽ വാട്ടർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ജിയോ തെർമൽ റിവറിന്റെ പേരെന്താണ്? നെക്സ്റ്റ് പ്ലീസ്. 14-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മഞ്ഞുമലകൾക്ക് തീപിടിച്ചൊരു രാത്രിയിൽ ഹെൻറി എന്ന മനുഷ്യന്റെ തലച്ചോറിൽ ഒരു കടൽ തലങ്ങും വിലങ്ങും ഇരമ്പി. അന്നയാൾ ഭൂപടത്തിൽ പോർച്ചുഗീസ് എന്നടയാളം വീണ മണ്ണിലെ ചക്രവർത്തി കൂടിയായിരുന്നു. ആരാണ് ഈ കവി എന്നാണ് ചോദ്യം. കവിയുടെ കടലാസിന്റെ വക്കത്ത് നിങ്ങൾക്ക്
മത്സ്യത്തിന്റെ മണം അനുഭവപ്പെട്ടാൽ സ്വാഭാവികം മാത്രം. നെക്സ്റ്റ് പ്ലീസ്. Hello, and tonight in University Challenge we have what is virtually a war of the roses, because one of our teams comes from Yorkshire and the other from Lancashire. We have teams from the Students' Union of the University of Leeds and from the University of... ലോക ക്വിസ് മത്സരങ്ങളുടെ ചരിത്രത്തിൽ ഇദ്ദേഹത്തോളം ശക്തമായ സ്വാധീനം ചെലുത്തിയ ക്വിസ് മാസ്റ്റർമാർ ഇല്ല തന്നെ. യൂണിവേഴ്സിറ്റി ചലഞ്ച് എന്ന വർഷങ്ങളോളം സംപ്രേഷണം ചെയ്ത ക്വിസ് ഷോയുടെ അവതാരകനും ക്രിയേറ്ററുമാണ് ഇദ്ദേഹം. ഈ ക്വിസ് മാസ്റ്റർ ആരാണ്? നെക്സ്റ്റ് പ്ലീസ്. ഇദ്ദേഹം ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. അത് പ്രസക്തമല്ല. ചിലർക്ക് പ്രസക്തമാകാം, നമുക്കത് അത്ര കണ്ട് പ്രസക്തമല്ല. അഗ്നിസമമായ കവിതകൾ രചിച്ച അന്തർദേശീയ പ്രശസ്തി നേടിയ ഈ കവി ജ്ഞാനപീഠ പുരസ്കാരവും നേടി. ഐ ഹാവ് നെവർ അലൗഡ് മൈ പെൻ ടു ബി ബൗണ്ട് ബൈ പവർ എന്നൊരിക്കൽ എഴുതിയ ഈ ഒഡിയ കവി ആരാണ്? നെക്സ്റ്റ്. My biological mother was a young, unwed graduate student, and she decided to put me up for adoption. She felt very strongly that I should be adopted by college graduates, so everything was all set for me to be adopted at birth by a lawyer and his wife. Except that when I popped out, they decided at the last minute that they really wanted a girl. So my parents, who were on a waiting list, got a call in the middle of the night asking, "We've got an unexpected baby boy. Do you want him?" They said, "Of course." ഈ വിശ്വചരിത്രത്തിലെ ഏറ്റവും പ്രധാന അത്ഭുതങ്ങളിലൊന്ന് സൃഷ്ടിച്ച, അച്ചീവ്മെന്റുകളിലൊന്ന് കരസ്ഥമാക്കിയ ഒരു സക്സസ്ഫുള്ളായ മനുഷ്യന്റെ ശബ്ദമാണ് നിങ്ങൾ ഈ കേട്ടത്. ഇതാരുടെ ശബ്ദമാണ് എന്നാണ്. നിങ്ങളിൽ പലരും ഇപ്പോഴും നിങ്ങളിൽ പലരോടുമൊപ്പം ഇദ്ദേഹത്തിൻ്റെ മികവാർന്ന തിളക്കമാർന്ന കണ്ടെത്തലുകളോ ഇദ്ദേഹം ആരംഭിച്ചതോ ഒക്കെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഈ നിമിഷത്തിലും നെക്സ്റ്റ്. നീതി സാർ ഇന്ത്യൻ ലോജിക് സിസ്റ്റത്തിലെയും വളരെ വിപ്ലവകരമായി ഇന്ത്യൻ ഭരണരീതികളെയും എക്കണോമിക്സിനെയും കുറിച്ച് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തോടൊപ്പം തന്നെ ബലവത്തായ അർത്ഥശാസ്ത്രത്തിൻ്റെ ഓതറായ ചാണക്യന്റെ ശിഷ്യനായിരുന്ന, അല്ലെങ്കിൽ ചാണക്യന്റെ പിന്തുടർച്ച അവകാശപ്പെട്ടിരുന്ന ഈ മനുഷ്യന്റെ നീതി സാർ എന്ന ഈ കൃതിയാണ് ഭാരതത്തിൻ്റെ ലോജിക്കൽ സിസ്റ്റത്തിൽ ആദ്യമായി ശാസ്ത്രീയ ബോധം കൂടി ഉൾപ്പെടുത്തിയത്. നീതി സാർ ആരുടേതാണ്? നീതി സാർ എന്നാണ് ചോദ്യം. നീതി സാർ എന്ന ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ പേര് എഴുത്തുകാരൻ്റെ പേരോട് ചേർന്നാണ് നീതി സാർ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്. ദ സിംപ്ലസ്റ്റ് ഓഫ് ദ ഡേ. ചിത്രം ഒരു കവിതയാണ്, പക്ഷെ കാണുകയാണ് കൂടുതൽ, അനുഭവിക്കുകയല്ല. കവിത ഒരു ചിത്രമാണ്, പക്ഷെ കാണുകയല്ല, അനുഭവിക്കുകയാണ്. ആരാണ് ഇത് പറഞ്ഞത്? നെക്സ്റ്റ്. നൃത്തരൂപം, ഭാരതീയമായ ഈ നൃത്തരൂപത്തിന്റെ പേരെന്ത്? നെക്സ്റ്റ്. यहाँ कैसे? टहलने निकल आई थी. कभी कभी घर के भीतर दम घुटने लगता है. मैंने आपको दूर से ही देख लिया था,
लेकिन पहली नजर में पहचान न सकी। इस बीच आप शहर गए थे इंजीनियर बाबू। शहर कैसे आता? ट्रांसपोर्ट बंद। ഈ സിനിമ മായാദർപ്പൺ ആണ്. ഇത് മായാദർപ്പണാണ്. ഹു വാസ് ദ ഫിലിം മേക്കർ? മായാദർപ്പൺ സൃഷ്ടിച്ച അനുഗ്രഹീതനായ ചലച്ചിത്രകാരൻ ആരാണ്? ഏതെങ്കിലും ഒരു സിനിമയുടെ സംവിധായകന്റെ പേര് ചോദിക്കുകയല്ല, മറിച്ച് വളരെ റിലവൻസ് ഉള്ള സവിശേഷമായ എന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന്. നെക്സ്റ്റ്. MIT മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് പഠിച്ചത്. സ്കോട്ട് എലിയറ്റ് ഫാൽമാൻ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ, അല്ലെങ്കിൽ ഇദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ് എന്നാണ് ചോദ്യം. എനിക്കുറപ്പാണ് നിങ്ങളിൽ 99% പേരും ഒരു ദിവസം കുറഞ്ഞത് ഒരു 10 20 ഒക്കെ തവണ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. നെക്സ്റ്റ്. ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ്സ് ഓഫ് അസാസിനേഷൻസിനെ അതിജീവിച്ച ഈ ഭരണാധികാരി ആരാണ്? നെക്സ്റ്റ്. ലീല. ആദർശധീരമായ സ്നേഹത്തിൻ്റെ അചഞ്ചലഭാവമാണ് ആശാന്റെ ലീല. ആത്മഹത്യയിൽ അവസാനിക്കുന്ന പ്രണയം, ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത പ്രണയ ജീവിതം. ചലച്ചിത്രതാരവും നാടകപ്രവർത്തകനുമായ പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് കീഴാറ്റൂർ ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വേദികളിൽ അരങ്ങ് തകർത്തവതരിപ്പിക്കുന്ന പെൺനടൻ എന്ന നാടകത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടത്. കേരളത്തിൻ്റെ സാംസ്കാരിക കലാചരിത്രത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന ആരുടെ ജീവിതമാണ് സന്തോഷ് കീഴാറ്റൂരിൻ്റെ ഈ നാടകം പെൺനടൻ വരച്ചു കാട്ടുന്നത്? നെക്സ്റ്റ്. That corruption in India is pervasive, it is omnipresent, and it is diverse or multifarious. Pervasive, you see it everywhere. Omnipresent, there are very few exceptions when you look at sectors, and multifarious, that is diverse. ഏറെ ആദരണീയനും പ്രിയങ്കരനുമായ ഇന്ത്യയിലെ തലമുതിർന്ന ഏത് മാധ്യമപ്രവർത്തകന്റെ ശബ്ദമാണ് നിങ്ങൾ ഈ കേട്ടത് എന്നാണ് ചോദ്യം. നെക്സ്റ്റ് പ്ലീസ്. ഇത് കർണാടകത്തിലെ ചിത്രദുർഗ ജില്ലയിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു ശില്പമാണ്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ രസകരമാണ്. മൈസൂർ പട ഒരു കിടങ്ങിലൂടെ ആ ഗ്രാമത്തെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ഭരണാധികാരി ദുർബലനായിരുന്നുവെന്നും ഒടുവിൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഉലക്ക ആയുധമാക്കിക്കൊണ്ട് കിടങ്ങിലൂടെ ഗ്രാമത്തിലേക്ക് കയറി വന്ന പടയാളികളെ ഓരോരുത്തരെയായി തലയ്ക്കടിച്ച് പരാജയപ്പെടുത്തി ആ നാട് രക്ഷിച്ചു ഈ വനിത എന്നുമാണ് വിശ്വാസം. പകുതി ചരിത്രവും പകുതി വിശ്വാസവും ഒക്കെ ആകാം. എന്തായാലും ഈ പ്രതിമ അവിടെ ഉണ്ട് എന്നുള്ളത് നേർ തന്നെ. ഇന്നലകളുടെ കഥകളിൽ, ഇന്നലകളുടെ ചരിത്രത്തിലും വളരെ രസകരമായ ഒപ്പം രോമാഞ്ചം സൃഷ്ടിക്കുന്ന ഈ വനിത ആരാണ്? നെക്സ്റ്റ്. This is a national emergency. Our work here will ensure a peace mankind has never seen. The world will remember this day. നിങ്ങൾക്ക് എന്തായാലും അരമാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഈ ചോദ്യത്തിൻ്റെ 2 പകുതികളിൽ ആദ്യത്തെ പകുതി നിങ്ങളിൽ എല്ലാവർക്കും ഉത്തരം എഴുതാൻ കഴിയുന്നത് തന്നെ ഏതാണ് ഈ സിനിമ. രണ്ടാം പകുതി ഈ സിനിമയുടെ ടൈറ്റിൽ ക്യാരക്ടർ നിങ്ങൾ ഈ കണ്ടതുപോലെ അഭിനയിച്ച നടൻ ആരാണ്? നെക്സ്റ്റ്. നമ്മൾ ഈ ചില വാക്കുകൾ ഉണ്ടാകുന്നത് ടോപ്പോ
ഗ്രാഫിക്കലായ റീസൺ കൊണ്ടുണ്ടാകുന്ന വാക്കുകളുണ്ട്. അവയെ നമ്മൾ ടോപ്പോണിംസ് എന്ന് പറയും. ഒരു സ്ഥലം കാരണം ഉരുവാകുന്ന വാക്ക്. ഉദാഹരണത്തിന് നോക്കിയ, ഫിൻലൻഡിലെ ഒരു സ്ഥലമാണ്, അതിൽ നിന്നാണ് നോക്കിയ എന്ന വാക്ക് വന്നത്. ചില വാക്കുകളാകട്ടെ ചില ആളുകളെ കാരണം ഉണ്ടാകും. പണ്ടൊരു സമ്മേളനത്തിനിടയിൽ നിന്ന് കയർത്ത് പുറത്തേക്ക് അത്യാവശ്യത്തിന് പോയ മനുഷ്യൻ്റെ പേര് ബോയ്ക്കോട്ട് എന്നായിരുന്നു. അതിനുശേഷമാണ് ഇറങ്ങിപ്പോകുന്നതിന് ബോയ്ക്കോട്ട് എന്ന പേര് വന്നത്. ലോകപ്രശസ്തനായ ഈ കായിക താരവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് പേര് കിട്ടിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ്. ഈ മനുഷ്യൻ്റെ പേരാണ് ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിക്കും പിന്നീട് പേരായത്. ഇന്ന് ആ പ്രവൃത്തി അനുകരിക്കുന്ന ആയിരക്കണക്കിന് താരങ്ങൾ ഈ ലോകത്തിലുണ്ട്. ആരാണ് ഈ അത്ലറ്റ്? ഐ ഹോപ്പ് യു ക്യാൻ സ്റ്റോപ്പ് റൈറ്റിംഗ്. നിങ്ങളുടെ ആൻസർ ഷീറ്റുകൾ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാം. മീൻവൈൽ ഉത്തരങ്ങൾ പറയാം. ഒന്നാമത്തെ ചോദ്യം, പത്മാവത് ആയിരുന്നു സിനിമ. പത്മാവത് എന്നത് ഒരു സൂഫി സാഹിത്യകാരൻ്റെ കൃതിയിൽ നിന്ന് ഉയർക്കൊണ്ടതാണ്. 1540 പത്മാവത്തിന് കാരണമായ കൃതി രചിച്ചതാര് എന്നാണ് ചോദ്യം. അത് മാലിക് മുഹമ്മദ് ജയ്സി എന്ന സൂഫി സാഹിത്യകാരനാണ്. അടുത്ത ചോദ്യം, റവല്യൂഷണറി ജേർണലിസത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഫ്രഞ്ച് ജേർണലിസ്റ്റ് ആര് എന്നാണ്. അത് ജീൻ പോൾ മാരറ്റ് എന്ന ദ ഗ്രേറ്റ് പൈനിയർ ഓഫ് റവല്യൂഷണറി ജേർണലിസം ആണ്. ജീൻ പോൾ മാരറ്റിന്റെ ചിത്രമാണ് നിങ്ങൾ ആ കണ്ടത്. മൂന്നാമത് ചോദിച്ച ചോദ്യം വളരെ നിഷ്കളങ്കമായി ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡിറ്റക്റ്റീവായ രജനി പണ്ഡിറ്റിന്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. നാലാമത് ഞാൻ ചോദിച്ചത് അടർന്നു വീണ കട്ടകളുള്ള ആ പുരാതന നഗരമേത് എന്നാണ്. ഇറ്റ് വാസ് ഡമാസ്കസ്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് ആണ് നിങ്ങൾ കണ്ടത്. ജിയോ തെർമൽ ലേക്ക് ഓർ റിവർ വാട്ടർ ബോഡി ഞാൻ നിങ്ങളെ കാണിച്ചു. ന്യൂസിലാൻഡിലേത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായതാണത്. അത് റോട്ടോറുവ, ലേക്ക് റോട്ടോറുവയാണ്. അടുത്ത ചോദ്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വളരെ എളുപ്പമുള്ള സൂചന തന്നു. കവിത എഴുതിയ കടലാസിൽ മത്സ്യഗന്ധം പുരണ്ടിരുന്നാൽ സ്വാഭാവികം മാത്രമെന്ന്. പ്രിയപ്പെട്ട പവിത്രൻ തീക്കുനിയുടെ കവിതയാണ്. പവിത്രൻ തീക്കുനിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ചോദ്യം, ക്യുസാർട്സിനോട് എക്സ്ക്ലൂസീവായി നിങ്ങളുടെ ക്യൂസ് കമ്പമുള്ള നിങ്ങളോട് ഞാൻ ചോദിച്ചത്, ലോക ക്യൂസ് ചരിത്രത്തിലെ അത്ഭുതമായ യൂണിവേഴ്സിറ്റി ചലഞ്ച് ആരംഭിച്ച വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വിസ് മാസ്റ്റേഴ്സ് ഇൻ ദ വേൾഡ് മിസ്റ്റർ ബാംബർ ഗാസ്കോയിനിന്റെ ക്വിസാണ് നിങ്ങൾ കണ്ടത്. ഇറ്റ് വാസ് ബാംബർ ഗാസ്കോയിൻ. അടുത്ത ചോദ്യം, IAS കാരനായിരുന്നു, അധികാരത്താൽ കെട്ടപ്പെട്ടതായിരുന്നില്ല. കവിത അഗ്നി സ്വഭാവമുള്ള വരികൾ എഴുതി ജ്ഞാനപീഠം നേടിയ ആ ഒഡിയ കവി സീതാകാന്ത് മഹാപാത്ര ആയിരുന്നു. സീതാകാന്ത് മഹാപാത്ര. അടുത്ത ചോദ്യത്തിന് നിങ്ങൾ പലരും ഉത്തരം എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ശബ്ദം ലോകത്തെ മാറ്റിമറിച്ചത് ആദത്തിനെ പ്രലോഭിപ്പിച്ച ആപ്പിളാണ് ആദ്യത്തേത് എങ്കിൽ, ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിളാണ് രണ്ടാമത്തേത് എങ്കിൽ, മൂന്നാമത്തെ ആപ്പിൾ കണ്ടെത്തിയത് നിങ്ങൾ കണ്ടെത്തിയ ശബ്ദത്തിന്റെ ഉടമ തന്നെ സാക്ഷാൽ സ്റ്റീവ് ജോബ്സിന്റെ ശബ്ദമാണ് നിങ്ങൾ ആ കേട്ടത്. The next was കമണ്ടകാസ് നീതിസാര, കമണ്ടകന്റെ നീതിസാര. അടുത്തത് വളരെ ലളിതമായിരുന്നു. പെയിന്റിംഗ് ഈസ് എ പോയിട്രി ദാറ്റ് ഈസ് സീൻ റാദർ ദാൻ ഫെൽറ്റ്. പോയിട്രി ഈസ് എ പെയിന്റിംഗ് വിച്ച് ഈസ് ഫെൽറ്റ് റാദർ ദാൻ സീൻ. വലിയ സംശയമൊന്നും വേണ്ട, കത്രിക കണ്ടുപിടിച്ച ആൾ തന്നെയാണ് അത് പറഞ്ഞത്. ഡാവിഞ്ചി മൊണാലിസയുടെ ചുണ്ടുകൾ വരച്ചുകൊണ്ടിരുന്നപ്പോൾ ആകസ്മികമായി ഡാവിഞ്ചിയാണ് കത്രിക കണ്ടുപിടിച്ചത് എന്നൊരു വിശ്വാസമുണ്ട്. അടുത്തത് കലാരൂപം. എന്തായിരുന്നു ആ കലാരൂപം? ഇത് സത്രിയയാണ്. സത്രിയ നൃത്തമാണ് നിങ്ങൾ ഈ കണ്ടത്. മായാദർപ്പൺ. ഈ ചലച്ചിത്രം അടക്കം പുരോഗമന സ്വഭാവമുള്ള ചലച്ചിത്ര സൃഷ്ടികൾ ഭാരതീയ ജനതയ്ക്ക് സമ്മാനിച്ച അനശ്വരനായ ഫിലിം മേക്കർ കുമാർ സാഹ്നി നമ്മെ വിട്ടുമറഞ്ഞിട്ട് ദിവസങ്ങൾ പൂർത്തിയാകുന്നല്ലേ ഉള്ളൂ. കുമാർ സാഹ്നിയുടേതാണ് മായാദർപ്പൺ. സ്കോട്ട് എലിയറ്റ് ഫൽമാൻ, അയാളുടെ വേറൊരു ചിത്രം കാണിക്കൂ. എന്താണ്? സ്മൈലീസ്, ഇമോജീസ്. നിങ്ങൾ ദിവസവും അയച്ച് മരിക്കുന്ന സ്മൈലികൾ കണ്ടെത്തിയ, ഇമോജികൾ കണ്ടെത്തിയത് മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ച ഫാൽമാൻ ആണ്, സ്കോട്ട് എലിയറ്റ് ഫാൽമാൻ. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വധഭീഷണി നേരിട്ട പ്രീമിയറാണ് നിങ്ങൾ പിന്നീട് കണ്ടത്. ഇറ്റ് വാസ് ചാൾസ് ഡിഗാൾ. സന്തോഷ് കീഴാറ്റൂരിൻ്റെ പെണ്ണടൻ മലയാള നാടക ലോകത്തിൽ
വെല്ലുവിളികളും സാഹസികതകളും നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ, പെൺവേഷം അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ വിയർപ്പും വിദ്വാൻ പി കേളു നായരെ പോലുള്ളവരുടെ രക്തസാക്ഷിത്വവും ഒക്കെ നിറഞ്ഞ നാടകവേദിയിൽ ഏറ്റവും ഗംഭീര രൂപവും ശബ്ദത്തിൻ്റെ ഉടമയുടെ ജീവിതമാണ് ഈ നാടകം. അത് ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതമാണ് പെൺനടൻ എന്ന നാടകം. അടുത്ത ചോദ്യം ശ്രീ എൻ റാമിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ശ്രീ എൻ റാമിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ചോദ്യം ഉലക്ക ഏന്തിയ സ്ത്രീയെക്കുറിച്ചാണ്. അവരുടെ പേര് തന്നെ ഒനകെ ഒബ്ബവ്വ എന്നാണ്. ഒബ്ബവ്വ എന്ന് മാത്രം എഴുതിയാലും മതി. ഒനകെ എന്ന് പറഞ്ഞാൽ ഒലക്ക എന്നേ അർത്ഥമുള്ളൂ. ഒനകെ ഒബ്ബവ്വ, ചിത്രദുർഗയിലെ ഒനകെ ഒബ്ബവ്വയാണ് ഞാൻ കാണിച്ച പ്രതിമ. 19ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും ആദ്യത്തെ ഭാഗം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഭൂരിഭാഗം പേര് രണ്ടാമത്തത് എഴുതിയിട്ടുണ്ട്. ആ സിനിമ ഏതാണ്? ഉറക്കെ. ഓപ്പൺ ഹീമർ. ഓപ്പൺ ഹീമർ തന്നെയാണ് ആ സിനിമ. ആരാണ് ഓപ്പൺ ഹീമറായിട്ട് അഭിനയിച്ചത് എന്നായിരുന്നു രണ്ടാം ചോദ്യം. സീലിയൻ മർഫി. സീലിയൻ മർഫിയാണ് ഓപ്പൺ ഹീമറായിട്ട് അഭിനയിച്ചത്. ശരി ഉത്തരം. അവസാനത്തെ ചോദ്യവും ഞാൻ ഒരുപാട് സൂചനകൾ നൽകി അതിനെ ആ ചോദ്യം അലമ്പാക്കി എല്ലാവർക്കും എഴുതാൻ പറ്റി. ആരാണത്? തീർച്ചയായും ആ ആക്ട് എന്താണ് വിഷ്ണു? ഫ്ലോസ്ബറി ഫ്ലോപ്പാണ് നിങ്ങൾ കണ്ടത്. 20 ചോദ്യങ്ങളാണ് പ്രിലിമിനറിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് 12 ടീമുകൾ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കും. ക്വിസ് പ്ലസ് റിയാലിറ്റി ഷോ സീസൺ 3യുടെ ആദ്യ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. പ്രിലിമിനറി റൗണ്ടിലെ രസകരമായ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി സെമി ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോളേജുകൾ ഏതൊക്കെയാണെന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.